2012-13 സീസണിൽ ലൂക്ക മോഡ്രിച്ചിനെ ജോസെ മെറീനോ റയൽ മാഡ്രിഡിൽ എത്തിക്കും. അന്നത്തെ ആ ഒരു സീസൺ എത്തിക്കുന്ന സമയത്ത് തന്നെ വൺ ഓഫ് ദ വേൾഡ് സൈനിങ് ആയിട്ട് പലരും പറഞ്ഞിരുന്നു. കൂടാതെ ആളുടെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോൾ റയൽ മാഡ്രിഡ് ഡെക്കേഡിലെ തന്നെ വേൾഡ് സൈനിങ് ആണ് ലൂക്ക മോഡ്രിച്ച് എന്നുള്ള രീതിയിൽ അന്നത്തെ മാധ്യമമായ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ 13 വർഷം റയൽ മാഡ്രിഡിൽ നിന്ന് 590-ലധികം മത്സരങ്ങൾ കളിച്ച് 43 ഗോളും 95 അസിസ്റ്റും ആൻഡ് റയൽ മാഡ്രിഡ് ഹിസ്റ്ററിയിലെ തന്നെ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയറുമായിട്ടും ലൂക്ക മോഡ്രിച്ച് മാറിക്കൊണ്ട് ഈ ക്രിട്ടിസൈസ് ചെയ്ത എല്ലാവർക്കും തിരിച്ച് മറുപടിയും കൊടുത്തു. ഈ ക്രിറ്റിസിസം എഴുതിയ ന്യൂസ് പേപ്പർ ഉണ്ടോ അവരെ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് തന്നെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡ് ഹിസ്റ്ററിയിലെ ടോപ്പ് 10 വിത്തൗട്ട് എ ഡൗട്ട് ഫോർ മീ ടോപ്പ് 5 ലെജൻസിലെ ഒരാളായിട്ട് തന്നെയാണ് റയൽ മാഡ്രിഡ് ക്ലബിൽ നിന്നും ലൂക്ക മോഡ്രിച്ച് ഇറങ്ങാനായിട്ട് പോകുന്നത്. റയൽ മാഡ്രിഡ് ഹിസ്റ്ററിയിൽ നമുക്കറിയാം എത്രയോ വമ്പൻ പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെ, സിദാൻ, റൊണാൾഡോ, പുസ്കാസ്, എത്രയോ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡ് ഹിസ്റ്ററിയിലെ ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ലൂക്ക മോഡ്രിച്ച്. 28 ടൈറ്റിൽസ്, 6 ചാമ്പ്യൻസ് ലീഗ്, 4 ലലീഗ ടൈറ്റിലുകൾ, മൾട്ടിപ്പിൾ കോപ്പ ഡെൽ റേ, സൂപ്പർ കോപ്പ ഡെ എസ്പാനിയ, ക്ലബ് വേൾഡ് കപ്പുകൾ, ഇന്റർ കോണ്ടിനെന്റൽ കപ്പുകൾ. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ റൊണാൾഡോ മെസ്സി എറയിൽ ആ ബാലൻഡിയോർ റേസിലോട്ട് എൻട്രി ചെയ്ത്, അഥവാ അവരുടെ മെസ്സി റൊണാൾഡോ ഒരു സ്ട്രീക്ക് ഉണ്ടല്ലോ, ബാലൻഡിയോർ വിന്നിങ് സ്ട്രീക്ക്, അത് എൻഡ് ചെയ്ത പ്ലെയറും ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ലൂക്ക മോഡ്രിച്ചാണ്. സോ നമ്മൾ നോക്കാനായിട്ടാണ് ഫുട്ബോൾ ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ ലെജൻഡറി പ്ലെയേഴ്സ് തന്നെയാണ് ലൂക്ക മോഡ്രിച്ച്. ആൻഡ് ക്രൊയേഷ്യ എന്ന് പറയുന്ന ഒരു നാഷണൽ ടീമിനെ ഈ ഒരു ലെവലിലോട്ട് ഇപ്പോൾ ഗ്ലോബൽ സ്റ്റേജിൽ ലാസ്റ്റ് 10 ഇയേഴ്സ് 15 ഇയേഴ്സിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് എ ഡൗട്ട് ലൂക്ക മോഡ്രിച്ച് ഇസ് ദ മാൻ. പ്രോബ്ലി ക്രൊയേഷ്യൻ ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം വിത്തൗട്ട് എ ഡൗട്ട്. ഒരു ഡൗട്ടും ഇല്ല. ക്രൊയേഷ്യ മൾട്ടിപ്പിൾ വേൾഡ് കപ്സിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് വേൾഡ് കപ്പ് സെമി ഫൈനൽ, അതിന് മുമ്പത്തെ വേൾഡ് കപ്പ് ഫൈനല്, ആൻഡ് ഇതിലെല്ലാം. ആൻഡ് 2018 ബാലൻഡിയോർ മാത്രമല്ല, വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് കിട്ടി, ഫിഫയുടെ മെൻസ് പ്ലെയർ കിട്ടി, യുഎഫയുടെ മെൻസ് പ്ലെയർ കിട്ടി. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബാലൻഡിയോർ, ഇൻഡിവിജ്വൽ അവാർഡ്സ് എല്ലാം നേടിക്കൊണ്ട് തന്നെയാണ് ലൂക്ക മോഡ്രിച്ച് ക്ലബ്ബ് വിടുന്നത്. സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണ് ലൂക്ക മോഡ്രിച്ചിന്റെ ലാസ്റ്റ് ലലീഗ മത്സരം കാണാനായിട്ട് ആളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന പഴയ എക്സ് ടീംമേറ്റ്സുകൾ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തുമാത്രം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ലൂക്ക മോഡ്രിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഈവൻ നിങ്ങളൊരു ബാർസലോണ ഫാനോട് അടിക്കുന്നത് ചോദിച്ചോ, പ്രോബബ്ലി അവരോട് ചോദിക്കുവാണെങ്കിൽ അവരുടെ ഫേവറേറ്റ് റയൽ മാഡ്രിഡ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ പലരും ലൂക്ക മോഡ്രിച്ചിന്റെ പേര് പറയും. കാരണം 0 ഹേറ്റേഴ്സ് ഉള്ള ഒരു പ്ലെയർ ആണ് ലൂക്ക മോഡ്രിച്ച്. ഈവൻ ഡൈഹാർഡ് ബാർസലോണ ഫാൻസ്, അതായത് റയൽ മാഡ്രിഡ് പ്ലെയേഴ്സിനൊക്കെ ഹെയ്റ്റ് ചെയ്ത് അമ്മാതിരി അഗ്രഷനോടുകൂടി നടക്കുന്നവരോട് പോലും ചെന്ന് ലൂക്ക മോഡ്രിച്ചിനോട് കുറിച്ച് ചോദിച്ചാൽ പോസിറ്റീവായിട്ടേ പറയത്തുള്ളൂ. അത്രയ്ക്ക് തന്നെ പറയാം, ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു പ്ലെയറും കൂടാണ് ലൂക്ക മോഡ്രിച്ച്. സോ ലൂക്ക മോഡ്രിച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ലാസ്റ്റ് മാച്ച് കളിച്ചു. സോ റയൽ മാഡ്രിഡ് 2-0 സൊസിഡാഡിനെ തോപ്പിച്ചു. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ ഇന്നലെയും ഗോൾ അടിച്ചു. 31 ഗോളുമായിട്ട് ലലീഗയിൽ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഡെബ്യൂട്ട് സീസണിൽ തന്നെ 31 ഗോൾസ് റയൽ മാഡ്രിഡിന്റെ ഒരു ഹിസ്റ്റോറിക്കലി ഭാഗമായിട്ടുണ്ട്. കൂടാതെ ലയണൽ മെസ്സിക്ക് ശേഷം 20-21 ശേഷം 30 മേളിൽ ഗോൾ ലലീഗയിൽ അടിക്കുന്ന ഒരു പ്ലെയറായി മാറി. സോ ഹാറ്റ്സ് ഓഫ് ടു കിലിയൻ എംബാപ്പെ ആസ് വെൽ. കിലിയൻ എംബാപ്പയാണ് ഇപ്പം ഗോൾഡൻ ബൂട്ടിൽ റേസിൽ മുന്നിൽ നിൽക്കുന്നതും. സോ നമുക്ക് ലൂക്ക മോഡ്രിച്ചിനെ കുറിച്ചാണല്ലോ വീഡിയോ. സോ ലൂക്ക മോഡ്രിച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആള് ഒരു വാർ സോൺ ഏരിയയിൽ നിന്നാണ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 90-കൾ ഏർലി 90s ആളുടെ വീടിന്റെ മുകളിൽ വഴി മിസൈലുകൾ പോകുന്നതും അവിടെ വീടിനപ്പുറത്ത് മിസൈൽ വന്ന് പതിക്കുന്നു, ആൾ ബങ്കേഴ്സിലും മറ്റും ഒളിച്ചിരിക്കുന്നതും മറ്റുമൊക്കെ ആൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു വാർ സോൺ ഏരിയയിൽ ആളുടെ വീട് ഉൾപ്പെടെ തകർന്നു പോയിട്ടുണ്ട്. സോ ആ ഒരു വാർ സോൺ ഏരിയയിൽ ആൾ എങ്ങനെയാണ് കരകയറിയത്? ഫുട്ബോളിലൂടെ തന്നെയാണ്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആളുടെ ഇപ്പോൾ സ്കൂൾ ടീമിലും മറ്റുമൊക്കെ, സ്കൂളല്ല, ആ ഒരു ജൂനിയർ ലെവൽ കോച്ചിങ് ടീമിലെ കോച്ച് ആളുടെ ഒരു എന്നാ പറയുക അബിലിറ്റി മനസ്സിലാക്കുകയും ആളെ അവിടുത്തെ ക്രൊയേഷ്യയിലെ പല ക്ലബ്ബുകൾക്ക് ഓഫർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. സോ ആളെ ഫസ്റ്റ് സൈൻ ചെയ്യുന്നത് ഡൈനാമോ സാഗ്രബാണ്. ഒരു 10 ഇയർ കോൺട്രാക്ട് കൊടുത്താണ് ആളെ സൈൻ ചെയ്തത്. സോ ആ ഒരു ഫസ്റ്റ് 10 ഇയർ കോൺട്രാക്ട് കൊടുത്തെങ്കിലും ആള് മൾട്ടിപ്പിൾ ലോൺ സ്പെൽസിൽ പോയിരുന്നു. അതിൽ ഒന്ന് ബോസ്നിയൻ പ്രീമിയർ ലീഗിലും ആളൊരു സീസൺ പോയി കളിച്ചിരുന്നു. പലരും പറയാറുണ്ട് ബോസ്നിയൻ പ്രീമിയർ ലീഗിൽ നിങ്ങൾ കളിച്ചാൽ ലോകത്ത് എവിടെയും പോയി അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. സോ ഈവൻ ദോ ലൂക്ക മോഡ്രിച്ച് ഫിസിക്കലി കാണുമ്പോൾ ഒരു വലിയ സ്ട്രക്ചറോ മറ്റോ ഒന്നുമല്ല ഒരു മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റുമെന്ന് പലരും ജൂനിയർ ലെവലിൽ
ചോദിച്ചെടുത്ത് നിന്ന് ആളുടെ ടെക്നിക്കൽ അബിലിറ്റി കൊണ്ട് ഇതെല്ലാം മറികടന്ന് വന്ന ഒരു പ്ലെയറാണ് ലൂക്ക മോഡ്രിച്ച്. അതുപോലെ തന്നെ ടെക്നിക്കൽ അബിലിറ്റി മാത്രമല്ല, ആളുടെ വർക്ക് റേറ്റും എടുത്ത് പറയുന്നുണ്ട്. ഡൈനാമോ സാഗ്രബിൽ പല ലോൺ സ്പെൽസും കഴിഞ്ഞ് തിരിച്ച് മെയിൻ ടീമിലോട്ട് വരുന്ന സ്റ്റാർട്ടർ ആവുന്നു. ആളുടെ ഫസ്റ്റും സെക്കൻഡും സീസണിൽ ഇപ്പോൾ സ്റ്റാർട്ടറായി റെഗുലർ ടീമിൽ വന്നതിന് ശേഷം ഡൈനാമോ സാഗ്രബിന് ലീഗ് അടുപ്പിച്ച് കൊടുക്കുകയാണ്. കൂടാതെ ആൾ പോകുന്ന സീസണിലും ആൾക്ക് ലാസ്റ്റ് സീസണിലും ആൾ ലീഗ് അടിച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. സോ ആൾക്കാരെ സൈൻ ചെയ്യുന്നത് സ്പേഴ്സ് ആണ് 2008. ആ സമയത്ത് ആൾക്ക് വേണ്ടി മറ്റ് പല ക്ലബ്ബുകളും രംഗത്തുണ്ടായിരുന്നു. ചെൽസി, ലിവർപൂൾ പോലത്തെ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷേ ആൾ സൈൻ ചെയ്യുന്നത് സ്പേഴ്സിലാണ്. 16.7 മില്യൺ പൗണ്ട്സിൻ്റെ ഒരു ഡീലിനാണ് സ്പേഴ്സ് സൈൻ ചെയ്തത്. പിന്നീട് സ്പേഴ്സിൽ വന്നതിന് ശേഷം നമ്മൾ നോക്കാനായിട്ടാണ്, അന്നും സ്പേഴ്സ് വന്ന സമയത്തും കുറച്ച് ക്രിറ്റിസിസം വന്നിരുന്നു. ലൂക്ക മോഡ്രിച്ച് ഫിസിക്കലി ലീഗുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, പുള്ളിക്ക് ഈ ഒരു ഫിസിക്കൽ ലീഗിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, പുള്ളിയുടെ സ്ട്രക്ചർ പോരാന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ അതിനുള്ള എല്ലാ മറുപടി ആൾ ആദ്യത്തെ 2 കളികളിൽ തന്നെ കൊടുത്തു. ചെൽസിക്കും ആർസണലിനെതിരെയായിരുന്നു. ഇത് 2ഉം ജയിച്ചുകൊണ്ടാണ്, 2 മാച്ചിലും കുഴപ്പമില്ലാത്ത പെർഫോമൻസും കൊടുത്തുകൊണ്ടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലൂക്ക മോഡ്രിച്ച് ക്രിറ്റിസിസത്തിന് മറുപടി കൊടുത്തു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് സ്പേഴ്സിൽ നിന്ന സീസണുകളിൽ ഒരു 1.5 കളി തന്നെയായിരുന്നു സ്പേഴ്സിലെ. നമുക്കറിയാം 3-4 സീസൺ ആള് വൺ ഓഫ് ദ ഇൻ്റഗ്രൽ പാർട്ട് തന്നെയായിരുന്നു. കൂടാതെ ആൾക്ക് വേണ്ടി പല ക്ലബ്ബുകളും ഇൻക്ലൂഡിങ് ചെൽസി, ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ ചെൽസിയിലോട്ട് ഒരു മൂവ് ഫോഴ്സ് ചെയ്യാൻ നോക്കിയിരുന്നു 2011 കാരണം ആൾക്ക് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണമെന്ന്. അന്ന് 40 മില്യൺ പൗണ്ട്സിൻ്റെ ഓഫർ ചെൽസി വിട്ടതാണ്. പക്ഷേ അന്ന് സ്പേഴ്സ് അത് റിജക്റ്റ് ചെയ്യുന്നു. റൈവൽസിന് കൊടുക്കാനായിട്ട് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. പിന്നീട് തൊട്ടടുത്ത സീസണിൽ ആൾക്ക് വേണ്ടി ചെൽസി, ലിവർപൂൾ, ബാർസലോണ പോലെ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷേ ജോസെ മൊറീനോയുടെ എന്താ പറയുക, റയൽ മാഡ്രിഡ് ആണ് ആൾ തിരഞ്ഞെടുത്തത്. ആൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജോസെ മൊറീനോ പ്ലേഡ് എ ഹ്യൂജ് റോൾ ഇതായിരുന്നു. കാരണം ജോസെ മൊറീനോയ്ക്ക് വേണമായിരുന്നു ലൂക്ക മോഡ്രിച്ചിനെ. ജോസെ മൊറീനോ വളരെ എന്നാ പറയുക, പേഴ്സണലി വിളിച്ച് മൾട്ടിപ്പിൾ ടൈംസ് ടോക്സ് നടത്തി. ആൻഡ് റയൽ മാഡ്രിഡ് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. സോ അങ്ങനെ അവർ 35 മില്യൺ യൂറോസ്, ഏകദേശം 30 മില്യൺ പൗണ്ടിൻ്റെ ഒരു ഡീലിന് ലൂക്ക മോഡ്രിച്ചിനെ റയൽ മാഡ്രിഡിൽ എത്തിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം നടന്നതെല്ലാം ചരിത്രമാണ്. ആ ഫസ്റ്റ് സീസണിൽ ആളുടെ ഫസ്റ്റ് മാച്ച് തന്നെ സൂപ്പർ കോപ്പ എസ്പാനിയ ബാർസയ്ക്ക് അഗെയിൻസ്റ്റ് ആയിരുന്നു തോന്നുന്നു. ആൾക്ക് ഒത്തിരി ക്രിറ്റിസിസം കിട്ടും. പിന്നെ ആളുടെ ഫസ്റ്റ് സീസണും നല്ല രീതിയിലല്ല പോയത്. അന്നും ജോസെ മൊറീനോ പറയുകയുണ്ടായി, വെയിറ്റ് ഹി വിൽ പ്രൂവ് ഓൾ ഹേറ്റേഴ്സ് റോങ് എന്നുള്ള രീതിയിൽ അന്നൊരു ആൾ പറയുകയും ചെയ്തു. അത് തന്നെയാണ് സംഭവിച്ചത്. പിന്നീട് റയൽ മാഡ്രിഡ് ഹിസ്റ്ററി ബുക്സിലോട്ട് ലൂക്ക മോഡ്രിച്ച് കയറുകയായിരുന്നു സെക്കൻഡ് സീസൺ തൊട്ട്. അത് നമ്മളെല്ലാവരും പറയുന്ന ഫേമസ് ലാഡെസ്മ ഉണ്ടല്ലോ, ആ ലാഡെസ്മയിൽ നമുക്കറിയാം സെർജിയോ റാമോസിൻ്റെ ആ ഒരു ഗോൾ വന്നു. പക്ഷേ ആ സെർജിയോ റാമോസിൻ്റെ ഗോളിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ലൂക്ക മോഡ്രിച്ചാണ്. വെളിയിൽ നല്ല മഴയാണ്, ചെറിയ സൗണ്ട് ഇപ്പോൾ എൻ്റർ ആവുമായിരിക്കും, ക്ഷമിക്കുക. ലൂക്ക മോഡ്രിച്ചാണ്. പിന്നീട് നമുക്കറിയാം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറേ മൂമെൻറ്റ്സ് ലൂക്ക മോഡ്രിച്ചിൻ്റെ കാലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും, ചെൽസിക്ക് അഗെയിൻസ്റ്റ് റോഡ്രിഗോയ്ക്ക് കൊടുത്ത ആ ഒരു അസിസ്റ്റ്. ഈ 39-ാം വയസ്സിൽ, ഈവൻ ഈ സീസണിലെ ശരിയാണ്, പല റയൽ മാഡ്രിഡ് ഫാൻസും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദിസ് മൈറ്റ് ബി ഹിസ് ലാസ്റ്റ് സീസൺ, നന്നായിട്ട് പോട്ടെ, അതാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ പലരും പറയും. പക്ഷേ വേറെ കുറേ പേര് പറഞ്ഞു മേ ബി ഒരു സെക്കൻഡ് ഫിഡിൽ റോൾ കളിക്കാനായിട്ട്, ബെഞ്ച് ഇരിക്കാനായിട്ട്, ഈ സീസൺ കഴിഞ്ഞ സീസൺ ഇരുന്ന പോലെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങുന്ന റോളൊക്കെ കളിക്കാനായിട്ടാണെങ്കിൽ ഓക്കെ 1 more സീസൺ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. സോ പോകുന്നതിനും കുഴപ്പമില്ല, നിന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡ് വിടുന്നത്. സോ ഈ 39-ാം വയസ്സിൽ നമ്മൾ നോക്കാനായിട്ടാണ്, ഈവൻ ലാസ്റ്റ് ഇപ്പോൾ സെവിയ മാച്ച് കണ്ടവർക്കറിയാം, ആ പിച്ചിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത പ്ലെയറാണ് ലൂക്ക മോഡ്രിച്ച്. സ്റ്റിൽ ഈ സീസൺ പല മാച്ചുകളിൽ ആൾ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുമുണ്ട്. സോ ആൾ ലാസ്റ്റ് ഇയർ ഒരു സാലറി റിഡക്ഷൻ എടുത്തു. ഈ ഇയറും ആൾ സാലറി റെഡ്യൂസ് ചെയ്ത് 1 വർഷത്തോടെ നിന്ന്. ആളുടെ പ്ലാൻ 2026 വേൾഡ് കപ്പ് കളിച്ച് റിട്ടയർ ആവാനാണ്. റയൽ മാഡ്രിഡ് തന്നെ റിട്ടയർ ആവുമായിരുന്നു ഡ്രീം. ക്രൊയേഷ്യയോടൊപ്പം ആൾ വേൾഡ് കപ്പ് വരെ നിൽക്കാനായിട്ടായിരുന്നു പ്ലാൻ എന്ന് കേട്ടു. പക്ഷേ റയൽ മാഡ്രിഡ് ബോർഡിൻ്റെ തീരുമാനമാണ് പുതിയൊരു കോൺട്രാക്ട് കൊടുക്കാതിരിക്കാനുള്ളത്. ചാബി അലോൺസോ ഓക്കെ ആയിരുന്നു പുള്ളി സ്റ്റേ ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. പക്ഷേ ഡിസിഷൻ ഹാസ് ബി മെയ്ഡ്. മേ ബി പലർക്കും അതിനെക്കുറിച്ച് പല ഒപ്പീനിയൻ കാണാം. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ലൂക്ക മോഡ്രിച്ചിന് നമ്മൾ മാർക്സ് കൊടുക്കണം. കാരണം പല പ്ലേയേഴ്സ് ഇപ്പോൾ ലൂക്ക മോഡ്രിച്ചിന് ഈസിലി സൗദിയിൽ നിന്നും MLS-ൽ നിന്നും അല്ല മറ്റ് പല ക്ലബ്ബുകളിൽ നിന്നും ഇപ്പം നമുക്കറിയാം വൺ ലുക്രേറ്റീവ് ഓഫേഴ്സും മില്യൺസ് ഓഫ് ഡോളേഴ്സും എയിം ചെയ്തുകൊണ്ട് പലരും വൺ കോൺട്രാക്ട് കളിക്കുന്നത്. സോ ലൂക്ക മോഡ്രിച്ചിന് വേണ്ട ലാസ്റ്റ് സീസൺ തന്നെ പോകായിരുന്നു അല്ലേ, ഒരു സൗദിയിലോട്ട് ഒരു വമ്പൻ ഓഫർ. ആർക്ക് ഈസിലി ഒരു 100 മില്യൺ അടുത്തൊരു ഡീൽ കിട്ടിയേ, മേ ബി ഒരു അത്രയും സാലറി ലാസ്റ്റ് 2 ഇയറാണ് 100 മില്യൺ കിട്ടിയാൽ ഇതാവും. സോ ആൾക്ക് പോയി കളിക്കായിരുന്നു. പക്ഷേ ആള് കോൺട്രാക്ട് റിന്യൂ ചെയ്തത് റെഡ്യൂസ്ഡ് സാലറി ആയിട്ടാണ്. ഈ സീസണിലും ആൾ വീണ്ടും സാലറി റെഡ്യൂസ് ചെയ്ത് റയലിൽ തന്നെ നിൽക്കാൻ റെഡിയാണ്. സോ ആൾ എന്തുമാത്രം റയൽ മാഡ്രിഡിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണത്. നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്ലേയേഴ്സും വമ്പൻ, ശരിയാണ്, മൈ ടൈം ഇൻ യൂറോപ്പ് ഈസ് ഓവർ, ലാസ്റ്റ് 2 ഇയറാണ്, പോയി ഫാമിലിക്ക് വേണ്ടി ഒരു 100 മില്യൺ ഉണ്ടാക്കാൻ 2 വർഷം കൊണ്ട് എന്ന് പറഞ്ഞ് പലരും പോകുന്നിടത്ത് തോന്നുന്നു പുള്ളി റയൽ മാഡ്രിഡിൽ തന്നെ നിൽക്കാൻ റെഡിയാവുമായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഈവൻ ദോ ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡ് വിടുകയാണെങ്കിലും പുള്ളി റിട്ടയർ ആയതിനു ശേഷം തിരിച്ച് മാഡ്രിഡിൽ തന്നെ എന്തെങ്കിലുമൊക്കെ റോള് വരുമെന്ന് തോന്നുന്നുണ്ട്.
കാരണം റയൽ മാഡ്രിഡ് ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേയേഴ്സ് ആണ്. 26 വയസ്സിലാണ് ആൾ റയൽ മാഡ്രിഡിൽ വരുന്നത്, ആളുടെ പ്രൈം ടൈമിൽ. 39 വയസ്സിൽ ആൾ റയൽ മാഡ്രിഡ് വിടുമ്പോഴേക്കും റയൽ മാഡ്രിഡിൻ്റെ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ ആയിട്ടാണ് ആൾ റയൽ മാഡ്രിഡ് വിടുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ടു ലൂക്ക മോഡ്രിച്ച് ആൻഡ് താങ്ക് യു ലൂക്ക മോഡ്രിച്ച് ഫോർ എവറിത്തിങ്. ഈവൻ ദോ ഒരു ബാർസ ഫാൻ ആണെങ്കിലും ശരിക്കും എൻജോയ് ചെയ്ത ഒരു പ്ലെയറാണ്. ആ ക്രൂസ്, മോഡ്രിച്ച്, കസമീറോ മിഡ്ഫീൽഡ് ട്രയോ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ ഹിസ്റ്ററിയിൽ തന്നെ ഒന്നാണ്. ഇപ്പോൾ പലരും ആർഗ്യുബിലി ടോപ്പ് 5 മിഡ്ഫീൽഡ് ട്രയോയിൽ പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. സോ വിത്തൗട്ട് എ ഡൗട്ട് ആ ട്രയോയിൽ 3 പേരും പോയിരിക്കുകയാണ്. അതിൽ ക്രൂസ് റിട്ടയർ ചെയ്തു, ഇപ്പോൾ ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡ് വിടുവാണ്. സോ കസമീറോ ഇപ്പോഴും യുണൈറ്റഡിൽ കളിക്കുന്നുണ്ട്. സോ എവിടെയാണ് നിങ്ങൾക്ക് ലൂക്ക മോഡ്രിച്ചിൻ്റെ സ്ഥാനം ഈ റയൽ മാഡ്രിഡ് ഹിസ്റ്ററിയിൽ തന്നെ? ഫോർ മീ ലാസ്റ്റ് 15 ഇയേഴ്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പ്ലെയർ വേൾഡ് ഫുട്ബോളിൽ തന്നെ വിത്തൗട്ട് എ ഡൗട്ട്, ആൻഡ് ക്രൊയേഷ്യൻ ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഗ്രേറ്റസ്റ്റ് പ്ലെയർ വിത്തൗട്ട് എ ഡൗട്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളത് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക്